എല്ലാ സഹപൗരന്മാർക്കും പോങ്ങൻ്റെ വക സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് പുലർച്ചെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പോലും ഉദിക്കുന്നതിന് മുമ്പ് വാട്സപ്പിൽ ഈ പോങ്ങനൊരു സന്ദേശം വന്നു. അതിതാണ്, അതായത് കൃത്യം 4:29 AM ഞാൻ താങ്കളുടെ വീഡിയോകൾ കാണാറുള്ള ആളാണ്. ടി ജിസ്മോൻ ക്രിസ്ത്യാനിയാണെന്ന് കരുതിയാണോ പാറ്റാ സമരത്തിൽ പങ്കെടുത്ത പാതിരിമാരും മോഹൻദാസിൻ്റെ അറസ്റ്റിന് കാരണമായിട്ടുള്ള ജിസ്മോൻ്റെ പരാതിയും തമ്മിലൊക്കെ ബന്ധപ്പെടുത്തി വീഡിയോ ചെയ്തത്? തങ്കപ്പൻ്റെ മകൻ ടി ജിസ്മോൻ ക്രിസ്ത്യാനിയാകാനുള്ള സാധ്യതയില്ല. ഇയാളാണ് ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള CPI സ്ഥാനാർത്ഥി. 4:29 വാട്സപ്പിൽ വന്നിട്ടുള്ള സന്ദേശമാണ്. ഇദ്ദേഹം ആരാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല, സ്വയം അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ. പക്ഷെ വാട്സപ്പിൻ്റെ ഇന്നത്തെ സാങ്കേതിക സൗകര്യമൊക്കെ മാനിച്ചുകൊണ്ട് വാട്സപ്പ് എന്നോട് പറയുന്നത് സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ശ്രീ സന്തോഷിനോടും ഇതുപോലുള്ള എല്ലാ സന്തോഷുമാരോടും പോകാൻ പറയാനുള്ളത്, ടി ജിസ്മോൻ ക്രിസ്ത്യാനിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ മറ്റെന്തെങ്കിലും താല്പര്യമോ ഞാൻ പരിഗണിച്ചുകൊണ്ടല്ല ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഇന്നലത്തെ പോങ്ങൻ്റെ സംസാരത്തിൻ്റെ മുഖ്യ കഥാപാത്രം ടി ജിസ്മോൻ ആയിരുന്നില്ല. അത് ആൻഡോ അഗസ്റ്റിൻ്റെ ചാനലായിട്ടുള്ള റിപ്പോർട്ടർ TV ആയിരുന്നു. എന്തുകൊണ്ടത് പറഞ്ഞു? TG മോഹൻദാസിനെതിരെ പരാതി കൊടുത്തത് സുഡാപ്പിയാണ് എന്ന് പറയുന്ന തെറ്റായ ധാരണ പരത്തുന്ന നിലയിൽ റിപ്പോർട്ടർ ചാനൽ വാർത്ത കൊടുത്തു. ഒരു വാർത്താ പോസ്റ്റർ ഫേസ്ബുക്കിലിട്ടു. അത് വ്യാപകമായ നിലയിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്നതായിരുന്നു. ധാരാളം ആളുകൾ അതിനോട് പ്രതികരിച്ച് ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം തെറ്റായിട്ടുള്ള ഒരു വാർത്ത വരുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കാനുള്ള ദോഷകരമായിട്ടുള്ള സ്വാധീനം എന്ത് തരത്തിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്ന് എനിക്ക് ഒരു ധാരണയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ പറയുന്നതിനെ സന്തോഷ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സന്തോഷ്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ വായ കൊണ്ട് പറയുന്ന കാര്യമാണ്. അത് മറ്റുള്ളവർ സന്തോഷുമാർ അവരുടെ കാതുകൾ കൊണ്ടാണ് കേൾക്കുന്നത്. അവിടെ തന്നെ ഒരു അവയവ വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞു. അവയവത്തിൻ്റെ പൊരുത്തക്കേട് സംഭവിച്ചു കഴിഞ്ഞു. വാഗൊണ്ട് പറയുന്നത് കാതുകൊണ്ട് കേൾക്കുന്നത് കൊണ്ടാണ് കുഴപ്പം. പോങ്ങൻ്റെ ചിന്ത കൊണ്ട് പറയുന്നത് സമാനമായ ചിന്തയുള്ള ബുദ്ധി തലയിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ടി ജിസ്മോൻ്റെ ജാതിയോ മതമോ അല്ല എൻ്റെ പ്രശ്നം. പകരം ആൻഡോ അഗസ്റ്റിൻ്റെ റിപ്പോർട്ടർ ചാനൽ നടത്തിയിട്ടുള്ള ഒരു തെറ്റായ സന്ദേശം. അപ്പോൾ ടി ജിസ്മോനെ നമുക്ക് അവിടെ പരാമർശിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം യഥാർത്ഥത്തിൽ TG മോഹൻദാസിനെ അറസ്റ്റിതനാക്കിയ പരാതി എന്ന് പറയുന്നത് ടി ജിസ്മോൻ്റെ പരാതിയാണ്. ഈ ടി ജിസ്മോൻ ഇതിന് മുന്നേ പരാതി കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. TG മോഹൻദാസിനെതിരെ അർത്തുങ്കൽ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പരാതി കൊടുത്തിട്ടുമുണ്ട്. ഇതൊക്കെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെടുന്ന കാര്യവുമാണ്. സ്വാഭാവികമായിട്ടും അതിനെ മാനിച്ചേ പറ്റുള്ളൂ. ആൻഡോ അഗസ്റ്റിൻ്റെ റിപ്പോർട്ടർ ചാനലും അതിനെ മാനിക്കണം. അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള അംഗീകാരം അദ്ദേഹത്തിന് കൊടുക്കണം ടി ജിസ്മോൻ. അത് പോങ്ങൻ കൊടുക്കാൻ ശ്രമിച്ചു. അല്ലാതെ പോങ്ങൻ അവരുടെ മതത്തിനല്ല പറഞ്ഞത്. അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് എങ്ങനെ പറയാതിരിക്കാൻ പറ്റുക? അർത്തുങ്കൽ പള്ളിയുടെ വിഷയത്തിലാണല്ലോ TGക്കെതിരെ ഈ ടി ജിസ്മോൻ ആദ്യം പരാതി കൊടുത്തത്. അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത്. വേറൊരു കാര്യവും കൂടി ആലോചിക്കണം. ഈ പാറ്റാ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാടുള്ള ഒരു മതസ്ഥനെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരും വായനക്കാരും വരിക്കാരുമൊക്കെ ഉള്ള മാധ്യമ സ്ഥാപനം ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ആ അവകാശവാദത്തിൽ ഒരു പരിധി സത്യവുമുണ്ട്. എന്തായാലും അത്തരം ഒരു മാധ്യമ സ്ഥാപനമാണ് വയനാട് നിന്ന് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള മതസ്ഥനായിട്ടുള്ള ഒരു പയ്യനെ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് കേരളത്തിന്റെ മുന്നിലേക്ക്. അപ്പോൾ ഇതിന്റെ പിന്നിൽ കൃത്യമായും ഇതുപോലൊരു കാര്യവും കൂടി നടക്കുന്നുണ്ട്. പാതിരാവിൽ പാതിരിമാർ പാറ്റകൾക്ക് തീറ്റ കൊടുക്കാൻ എന്ന മട്ടിൽ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞതും സത്യമാണ്. ദേശീയ ചാനലുകൾ മാധ്യമങ്ങളൊക്കെ അത് കാണിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ പാറ്റാ സമരത്തിൽ കൃത്യമായി ഒരു മതവിഭാഗത്തിന് താല്പര്യമുണ്ട്. അത് മതതാല്പര്യമല്ല, പകരം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മറ്റു പല താല്പര്യങ്ങളും ആയിരിക്കാം. എന്തായാലും അത്തരം കാര്യങ്ങളിൽ സുഡാപ്പികൾക്ക് നേരിട്ട് വലിയ പങ്കൊന്നുമില്ല എന്നാണ് പോങ്ങൻ പറഞ്ഞത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ബോധപൂർവമാണ് പരത്തുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളുടെ പേര് നോക്കിക്കൊണ്ട് അവരുടെ മതമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ടി ജിസ്മോൻ ഏത് മതസ്ഥനായാലും എനിക്ക് കുഴപ്പമില്ല. അദ്ദേഹം CPIക്കാരനാണ്.
CPM പോലുമല്ല. CPIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIയിൽ മായം ചേർന്നതാണല്ലോ CPIM എന്ന് പറയുന്നത്. അതായത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഏറ്റവും ശക്തമായിട്ടുള്ളത് TT ജിസ്മോൻ്റെ സിരകളിലായിരിക്കാം. ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ ശുദ്ധ സഖാവെന്ന് പറയുന്നത് TT ജിസ്മോനായിരിക്കും. അതിലൊന്നും പോകുന്ന സംശയമില്ല. അങ്ങനെ ആവുകയാണ് വേണ്ടത്. അതുകൊണ്ട് ജാതി മതമൊന്നും അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ട് TT ജിസ്മോൻ അതിന് ആർത്തങ്കൽ പള്ളിയുടെ വിഷയത്തിൽ പരാതി കൊടുത്തു എന്ന് ചോദിച്ചാൽ, ആർത്തങ്കൽ പള്ളി ആലപ്പുഴ ജില്ലയിലാണ്. TT ജിസ്മോൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആലപ്പുഴയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും ആ ഒരു താല്പര്യം. പിന്നെ സ്വാഭാവികമായിട്ടും മത്സര ബുദ്ധിയോടുകൂടി തിരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിടുന്ന പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ ഭാഗവും കൂടിയാണ്. സ്വാഭാവികമായിട്ട് അതിലൊന്നും ഒരു തെറ്റുമില്ല. ഒരു പൊതുപ്രവർത്തകൻ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതിൽ അത് മതകാര്യമാണ്, മതസ്ഥരുടെ കാര്യമാണെങ്കിലും പൊതുകാര്യം തന്നെയാണ് ഈ ഒരു വിഷയം എന്നൊക്കെ പറയുന്നത് അല്ലേ. സ്വാഭാവികമായിട്ടും അതിലായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരിക്കലും മതപരമായിട്ടല്ല പറഞ്ഞത്. പിന്നെ ഈ പേര് കേട്ടിട്ട് ഞാൻ ഒരാളുടെ മതം നിശ്ചയിക്കാനൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ ഈ വീട്ടിൽ ഹോം നേഴ്സിംഗ് സ്ഥാപനത്തിൽ നിന്ന് 10 പേർ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 7 പേരും ഹിന്ദു നാമധാരികളായിട്ടുള്ള ക്രൈസ്തവരായിരുന്നു. അതിൽ ഏറ്റവും അവസാനം വന്ന അംബിക ചേച്ചി എന്ന് പറയുന്നത് അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന പായസം പോലും, നമ്മൾ വഴിപാട് കഴിപ്പിച്ചിട്ട് ആരെങ്കിലും പായസം കൊണ്ടുവന്നാൽ ഒരു പങ്ക് ചേച്ചിക്ക് കൊടുക്കുമ്പോൾ ചേച്ചി കഴിക്കില്ല. കുറ്റമല്ല പറഞ്ഞത്, മോശമല്ല പറഞ്ഞത്. അത്ര പോലും വിശ്വാസമുള്ള ക്രൈസ്തവ പറ്റുള്ള ഒരു ഹിന്ദു നാമധാരിയാണ് അംബിക ചേച്ചി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതൊക്കെ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളാണ്, അതിലൊന്നും ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ഇത് തെറ്റിദ്ധാരണ പരത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. കാരണം പാറ്റ സമരത്തിൻ്റെ പിന്നിലോ അതല്ലെങ്കിൽ പാറ്റ സമരം വിട്ടേക്കൂ, TG മോഹൻദാസിനെ അറസ്റ്റിതനാക്കിയിട്ടുള്ള പരാതി TT ജിസ്മോൻ്റെ പരാതിയാണ്, CPIക്കാരൻ്റെ പരാതിയാണ്. TT ജിസ്മോൻ മതസ്ഥനാണെന്ന് ഞാൻ പറയില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാനൊരു ക്രൈസ്തവനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് വെറുതെ പറയുന്നില്ല. ക്രൈസ്തവൻ എന്നുള്ള വാക്ക് പോലും പോങ്ങൻ്റെ വായിൽ നിന്നാണ്, നാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ എൻ്റെ ശരിയെന്ന് പറയുന്നത് പറയും. പ്രത്യേകിച്ച് ഇന്ന് സ്വാതന്ത്ര്യ ദിനവും കൂടിയാണ്. അത് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്, നമ്മളുടെ നിയമ സംവിധാനങ്ങളെ, നമ്മുടെ ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളെയും മാനിച്ചുകൊണ്ട് മാത്രമേ ഞാൻ അഭിപ്രായങ്ങൾ പറയാറുള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന വർത്തമാനം റിപ്പോർട്ടർ ചാനലിലൂടെ ആൻഡോ അഗസ്റ്റിൻ്റെ റിപ്പോർട്ടർ TVയിലൂടെ പുറത്തു വന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. വെളുപ്പാങ്കാലത്ത് 4:29 എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുള്ള എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ദുരുദ്ദേശങ്ങളൊന്നും തന്നെയില്ല. എൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കൃത്യമായും പാറ്റാ വിഷയത്തിൽ മത താല്പര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് സുഡാപ്പികളുടെ താല്പര്യമല്ല എന്നുള്ളത് മാത്രമാണ്. അവരുടെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റു ചില താല്പര്യങ്ങളാണ്. വരുമാന നഷ്ടം, ധനത്തിൻ്റെ വരവിലുണ്ടാകുന്ന ഇടിച്ചിൽ, ഇതിലൊക്കെ വേവലാതിപ്പെടുന്ന ഒരു സംഘം മതസ്ഥരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വേറെ ദുരുദ്ദേശങ്ങളൊന്നും തന്നെ എൻ്റെ സംസാരത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തുന്നു. ഇന്നത്തേക്ക് സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ.